പത്തരമാറ്റ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവ്യയുടെ വയറ്റിലെ കുഞ്ഞു പോണെന്ന് കരുതിയിട്ട് അനാമിക കൊടുക്കുന്ന ആ മരുന്ന് കലക്കിയ പാല് ദേവയാനി കുടിക്കുകയും ദേവയാനി ഹോസ്പിറ്റലിലായി ആകെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കിടക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് നമ്മൾ എപ്പിസോഡിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ദേവയാനിയിൽ വരുന്നത് ദേവയാനിക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അങ്ങനെ ദേവയാനി ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണെന്നുള്ള കാര്യം ഡോക്ടർ പറയാണ് കേട്ടോ. ഒരുപക്ഷെ റിക്കവർ ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് കൈക്കും കാലിനും തളർച്ചയോട് കൂടിയിട്ട് കിടക്കാനുള്ള സാധ്യതയാണ് ഉണ്ടാവുക. പിന്നെ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കണം എന്നാൽ മാത്രമേ അവർക്ക് പഴയതുപോലെ തിരിച്ചു വരാൻ വേണ്ടി കഴിയുള്ളൂ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡോക്ടർ പറയുമ്പോൾ ആദർശും അതുപോലെ ജയനും ഇത് കേട്ടിട്ട് ചങ്ക് താർന്ന വേദനയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ദേവയാനി ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എന്നൊക്കെ മാറി പിന്നെ അവർ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. ദേവയാനിയുടെ അവസ്ഥ കണ്ടിട്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും നയനയ്ക്കും ആർക്കും സഹിക്കാൻ പറ്റാത്ത വേദനയിലാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ദേവയാനി റൂമിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ആദർശും അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ ദേവയാനിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് കേട്ടോ പറയുന്നത്. ദേവയാനി അവരവർ ചെയ്യുന്നതിൻ്റെ ഫലമാണ് നമ്മൾ ഭാവിയിൽ അനുഭവിക്കുക. മറ്റുള്ളവരെ എന്ത് രീതിയിൽ വേദനിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും അത് തിരിച്ച് ദൈവം തരുമെന്ന് പറയുന്നത് നിന്റെ കാര്യത്തിൽ ശരിയാണ് ദേവയാനി. ഞാൻ ഒരുപാട് തവണ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നയനയെ കുറ്റപ്പെടുത്തുന്നത് നീ കുറച്ച് കൂടുതലാണ് എന്നും സ്വന്തം മരുമകളെയും മകനെയും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അമ്മയാണ് നീ. അതിൻ്റെ അനന്തരഫലങ്ങളാണ് നീ ഈ കിടന്ന് അനുഭവിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ദേവയാനിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ആദർശ് ജയൻ്റെ അടുത്ത് പറയുന്നത് അച്ഛാ അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് ഒരാളെ നിർത്താം. എന്തായാലും നയനയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങളും അമ്മയുടെ നോക്കുന്ന കാര്യങ്ങളും എല്ലാം കൂടി ചെയ്യാവുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട നയന പറയുന്നുണ്ട് എനിക്ക് ആദർശേട്ടാ ഒരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത്. ഇപ്പോൾ ആദർശേട്ടൻ്റെ അമ്മയായാലും എൻ്റെ അമ്മയെ പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഒരു കുറവും വരുത്താതെ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ജയനും ആദർശനൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കണ്ടില്ലേ ദേവയാനി നിന്റെ മരുമകളുടെ വലിയ മനസ്സ്. നീ എത്രയൊക്കെ ക്രൂരത ചെയ്തു കഴിഞ്ഞാലും അവൾക്ക് ഒരിക്കലും നിന്റെ അടുത്ത് ആ ക്രൂരത തിരിച്ചു ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് അവൾ നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇപ്പൊ ചെയ്തു തരുന്നുണ്ട്. നീ അവളെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് ദേവയാനി വേറെ ആർക്കും തിരുത്താൻ വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറയാണ് കേട്ടോ. അതിനിടയ്ക്ക് അനാമികയും അമ്മയും കൂടി ഇങ്ങനെ വരുന്നുണ്ട്. അനാമികയുടെ അമ്മയും അച്ഛനും കൂടി ദേവയാനിയെ കാണാൻ വരുമ്പോൾ ഭയങ്കര സഹതാപത്തോട് കൂടിയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. ഈ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏട്ടത്തിയുടെ വാക്കായിരുന്നു എല്ലാം. ഇപ്പോൾ ഏട്ടത്തി തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായല്ലോ. ദേവയാനി ചേച്ചിക്ക് ഈ അവസ്ഥ വന്നത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. ചേച്ചിയുടെ ഈ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ ആർക്കും സഹിക്കാൻ വേണ്ടി കഴിയില്ല എന്നൊക്കെ പറയാണ്. എന്ത് ചെയ്യാനാ വിധി, ദൈവം എന്നെ ശിക്ഷിച്ചു എന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അല്ല വല്യമ്മേ ഇതൊന്നും ശിക്ഷയല്ല, ഇതൊക്കെ മനഃപൂർവ്വം അവൾ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് വല്യമ്മയുടെ അടുത്ത് ചെയ്തതാണ്. അന്ന് വല്യമ്മയ്ക്ക് തന്ന പാലിനകത്ത് അവൾ എന്തോ കലക്കിയിട്ടുണ്ടെന്നാ തോന്നുന്നെന്ന് പറയുമ്പോൾ ദേവയാനി അത്ര നയനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും സംസാരിക്കുന്നില്ല കേട്ടോ. എന്ത് ചെയ്യാനാ മോളെ, എല്ലാം എൻ്റെ വിധിയാണെന്ന് പറഞ്ഞിട്ട് ദേവയാനി പറച്ചിലൊക്കെ നിർത്തുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഇവിടെയുള്ള ആൾക്കാരുടെ സിമ്പതി പിടിച്ചു പറ്റണമെന്നുണ്ടെങ്കിൽ നീ ദേവയാനി ചേച്ചിയെ നന്നായിട്ട് പരിചരിക്കണമെന്ന് അനാമികയുടെ അടുത്ത് പറയുകയാണേ. ആ തളർന്നു കിടക്കുന്ന തള്ളയെ ഞാൻ നോക്കാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല അമ്മേ, കുറച്ച് മെനക്കേട് തന്നെയാണ്. അവിടെ ഇനിയിപ്പോൾ ബെഡിൽ നിന്ന് എണീക്കാനൊന്നും പോകുന്നൊന്നുമില്ല. എന്തായാലും ഇനി അവരുടെ പുറകെ പോയി വാലും തൂക്കി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എണീറ്റ് പോലും നടക്കാൻ പറ്റാത്ത അവരുടെ വാക്കിന് ഇനി ഈ വീട്ടിൽ എന്ത് വിലയുണ്ടാവുക? അതുകൊണ്ട് ഇനി അവരെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ആ മൂലക്ക് കിടക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. ഭക്ഷണം കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നു, വാഷ്റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീൽ ചെയറിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോകുന്നു. അതുമാത്രമല്ല കുറേ ദിവസങ്ങളായിട്ട് ദേവയാനി ഇങ്ങനെ റൂമിനകത്ത് തന്നെ അടഞ്ഞു നിൽക്കുമ്പോൾ അമ്മയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും. അമ്മയ്ക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങണം എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ കിടക്കുന്ന ഞാൻ എങ്ങനെ പുറത്തിറങ്ങാനാണ് നീ ഈ പറയുന്നതെന്ന് നയനയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അമ്മ എന്തിനെ പേടിക്കുന്നത്, അമ്മ എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുപോവാം, അമ്മയ്ക്ക് വീൽ ചെയറിൽ ഇരിക്കാൻ വേണ്ടി പറ്റുമല്ലോ, വീൽ ചെയറിൽ ഞാൻ എല്ലാം ചുറ്റിക്കറങ്ങി പഴയതുപോലെ അമ്മയ്ക്ക് എല്ലാം കാണിച്ചു തരാം എന്നൊക്കെ പറയാണ് കേട്ടോ. വേണ്ട നയനെ, നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് വേണ്ടി, ഇനിയിപ്പോൾ അതും കൂടി വേണ്ട എന്ന് പറയുമ്പോൾ അതിനെന്താ അമ്മയ്ക്ക് ഇഷ്ടമാണ് പുറത്ത് പോകാനെങ്കിൽ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ദേവയാനിയെ പിടിച്ച് ഇരുത്താണ് കേട്ടോ വീൽ ചെയറിനകത്ത്. എന്നിട്ട് പുറത്തുകൂടിയൊക്കെ അങ്ങനെ കൊണ്ടു നടക്കുന്ന സമയത്ത് അനാമിക അത് കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട്
ഓഹോ വല്യമ്മയ്ക്ക് പുറത്ത് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരായിരുന്നോ, ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നീ മാറി നിന്നേന്ന് പറഞ്ഞിട്ട് വീൽ ചെയറും കൊണ്ടിട്ട് അനാമിക ദേവയാനി ഇങ്ങനെ പുറത്തു കൂടെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനയ്ക്ക് എന്തോ ഭയങ്കര വിഷമം പോലെ തോന്നുന്നുണ്ട്. പുറത്തു കൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ദേവയാനിയെ ഒരു എന്താ പറയുക, മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള സംസാരമൊക്കെയാണ് കേട്ടോ നമ്മുടെ അനാമിക സംസാരിക്കുന്നത്. ഇനി ഒരിക്കലും എണീറ്റ് നടക്കാൻ വേണ്ടി പറ്റില്ല എന്നോർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ പറയുമ്പോഴും ഒരു തളർന്നിരിക്കുന്ന ഒരാളുടെ മനസ്സിൽ അത് ശരിക്കും ഒരു നോവാണല്ലോ ഉണ്ടാക്കുന്നത്. അതുപോലത്തെ രീതിയിൽ സംസാരമൊക്കെ അനാമിക സംസാരിക്കുമ്പോൾ അങ്ങനെ ദേവയാനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ ദേവയാനി നയനയെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ നയന തന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ് ദേവയാനിയെ. ഇത് കാണുമ്പോൾ തളർന്ന് കിടക്കുകയാണെങ്കിലും അഹങ്കാരത്തിനൊരു കുറവില്ല എന്നൊക്കെ നമ്മുടെ അനാമിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. ദേവയാനിക്കാണെന്നുണ്ടെങ്കിൽ നയനയുടെ സംരക്ഷണം നല്ല രീതിയിൽ മാറ്റമൊക്കെ വരുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശും അതുപോലെ വീട്ടിലുള്ള എല്ലാവരും കൂടി ചേർന്ന് ശബരിമലയ്ക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ദേവയാനിക്ക് നല്ലൊരു മാറ്റം തന്നെ കാണുന്നുണ്ട്. അതിൻ്റെ മൊത്തം ക്രെഡിറ്റും നയനയ്ക്കാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞ് പുകഴ്ത്തുമ്പോഴും അനാമികയ്ക്കോ അമ്മയ്ക്കോ ഒന്നും അത്ര വലിയ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ദേവയാനിക്ക് നയനയുടെ വില മനസ്സിലാക്കി തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ദേവയാനി നടക്കാൻ വേണ്ടി തുടങ്ങുകയാണ്, പഴയതുപോലെയൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി സംസാരിക്കുന്നതിനിടയ്ക്ക് മുത്തശ്ശനൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ദേവയാനിയുടെ അടുത്ത്, എന്താ ദേവയാനി ഇപ്പോഴും നീ നിന്റെ മരുമകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണോ നിനക്ക് സംസാരിക്കാനുള്ളത്? നിനക്ക് ഇങ്ങനൊരു വയ്യായ്ക വന്ന സമയത്ത് ഈ വീട്ടിൽ മറ്റാരും നിന്നെ സംരക്ഷിച്ചിട്ടില്ല. നിന്റെ മരുമകൾ തന്നെയാണ് നിന്നെ സംരക്ഷിച്ചതും നിനക്ക് ഇത്രയും വലിയ മാറ്റം ഉണ്ടാവാനും കാരണം. എന്താ ദേവയാനിക്ക് അത് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പുകഴ്ത്തുന്ന രീതിയിലൊക്കെ മുത്തശ്ശി സംസാരിക്കുമ്പോൾ ദേവയാനി അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്. അവളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്കിന്ന് ഈ ഒരു അവസ്ഥയിൽ എത്താൻ വേണ്ടി കഴിയില്ലായിരുന്നു. പകലും അവൾ ഈ വീട്ടിലെ പണിയെടുത്തും എന്നെ നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല മാനസികമായിട്ടും ഒരുപാട് സന്തോഷങ്ങൾ അവൾ തന്നിട്ടുണ്ട്. ഞാൻ അവളെ മനസ്സിലാക്കാൻ വൈകിപ്പോയിന്ന് എനിക്കിപ്പോൾ തോന്നി തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ ആദർശിനും അതുപോലെ നയനയ്ക്കും ജയനും മുത്തശ്ശിയും ഒക്കെ ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. പക്ഷേ ഇത് ജാനകിക്കും ജലജയ്ക്കും അതുപോലെ അനാമികയ്ക്കും അമ്മയ്ക്കൊന്നും അത്ര വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ ദേവയാനി ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അനാമിക വന്നിട്ട് പറയുന്നുണ്ട്, വല്യമ്മയ്ക്ക് എന്തായാലും ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് മാറ്റം വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അതുകൊണ്ടാണ് വല്യമ്മയ്ക്ക് ഇത്ര പെട്ടെന്നൊരു മാറ്റം ഉണ്ടായത്. ഇത് ദേവയാനി കേൾക്കുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അത് ശരിയാണ്, മാനസികമായിട്ട് നീ എന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ. ഞാൻ വീൽ ചെയറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും നിന്റെ പരിഹസിക്കുന്ന ചിരിയും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് പ്രചോദനം തന്നതും എന്നെ എല്ലാ രീതിയിലും കൈത്താങ്ങായി നിന്നതും നയനയാണ്. ഇനിയും നീ അവളെയും എന്നെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ച അനാമികയെ നടക്കില്ല എന്നുള്ള കാര്യം പറയുകയാണേ. അതെന്താ വല്യമ്മ ഇപ്പം അങ്ങനെ പറയുന്നത്? ഈ വീട്ടിൽ വല്യമ്മയുടെ ഒരേ ഒരു മരുമകൾ ഞാനല്ലേ. എന്നെയല്ലേ വല്യമ്മ അവളെക്കാൾ കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇപ്പോൾ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് അനാമികയുടെ അടുത്ത് പറയാണ് കേട്ടോ. പിന്നെ നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എല്ലാ രീതിയിലും ഞാൻ നല്ല രീതിയിൽ നിന്ന സമയത്ത് നിനക്കൊക്കെ എന്നെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ ഞാനൊന്ന് കിടന്നപ്പോഴേക്കും നിന്റെയൊക്കെ തനി സ്വരൂപം എന്താന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് അനാമികയുടെ അടുത്ത് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അനാമിക അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ദേവയാനാണെങ്കിൽ റൂമിലിരുന്ന് ആകെ സങ്കടത്തിലിരിക്കുമ്പോൾ അമ്മ എന്തിനാ സങ്കടപ്പെടുന്നത്? അമ്മയ്ക്ക് അസുഖങ്ങളൊക്കെ മാറിയില്ലേ, അതിൽ സന്തോഷിക്കണ്ടേ വേണ്ടേ എന്നുള്ള കാര്യം ചോദിച്ചും കൊണ്ട് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത്. കൂടെ മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നയനയും അങ്ങോട്ട് വരുന്നുണ്ട്. ശരിയാണ് മോൻ നീ പറഞ്ഞത്, പക്ഷേ ഞാൻ ചെയ്ത ഒരു തെറ്റ് അതെനിക്ക് തിരുത്താനുണ്ടെന്ന് പറയണേ. അതെന്താ അമ്മ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് ഒരുങ്ങി ഹണിമൂണിന് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ലായിരുന്നല്ലോ. അന്ന് ഞാൻ മനഃപൂർവ്വം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് തടസ്സപ്പെടുത്തി. അയ്യോ അമ്മേ, അതൊന്നും അമ്മ ഇനി ചിന്തിക്കാൻ വേണ്ട. അതിലൊന്നും എനിക്കും ആദർശേട്ടനും ഒരു സങ്കടവും ഇല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അത് മോളെ നിങ്ങളുടെയൊക്കെ നല്ല മനസ്സാണ്. പക്ഷേ ഞാൻ ചെയ്ത തെറ്റ് അതെനിക്ക് തിരുത്തിയേ പറ്റുള്ളൂ. നിങ്ങൾ രണ്ടുപേരും എത്രയും വേഗം തന്നെ ഒരു ഹണിമൂൺ ട്രിപ്പ് പോകണം എന്നുള്ള കാര്യം പറയാണ്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ആഗ്രഹം പോലെ തന്നെ അമ്മയ്ക്കും ഒരു കുഞ്ഞു പേരക്കുട്ടിയെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം നിങ്ങൾ എത്രയും വേഗം തന്നെ സാധിച്ചു തരണമെന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പക്ഷേ ഹണിമൂണിനൊന്നും പോകാൻ പറ്റിയൊരു മൂഡിലല്ല രണ്ടുപേരും എന്നുള്ള കാര്യമാണ് ദേവയാനിയുടെ അടുത്ത് പറയുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്നും നിങ്ങൾ രണ്ടുപേരും മാനസികമായിട്ടും ശാരീരികപരമായിട്ടും ഒന്നാകണം. എന്നിട്ട് എത്രയും വേഗം തന്നെ എനിക്കൊരു പേരക്കുട്ടിയെ തരണം. അത് ഈ അമ്മയുടെ വലിയൊരു ആഗ്രഹമാണ്.
പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, എത്രയും വേഗം തന്നെ യാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ദേവയാനി തന്നെ അവർക്ക് ഹണിമൂണിന് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ആദർശും നയനയും കൂടി 2 കൈ നീട്ടി സ്വീകരിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും ആദർശ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനൊരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. അമ്മയുടെ ഈ മാറ്റം, അതിൽ പരൊരു സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല നയന എന്ന് പറഞ്ഞിട്ട് നയനയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.